നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരു വാർത്ത കേട്ടിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ 3.5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ ഒരു നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയി. അടൂരിൽ നിന്നാണ് അവർ കയറിയത്. ഈ കുട്ടിയും ഈ കുട്ടിയുടെ തള്ള എന്ന് പറയപ്പെടുന്ന നാടോടി സ്ത്രീയും കൂടി കയറിയത്. കുട്ടി അവസാനം പോലീസിനെ ഏൽപ്പിച്ചു. പോലീസുകാർ ബസ്സിൽ നിന്നും കുട്ടിയെയും ഈ നാടോടി സ്ത്രീയെയും പിടികൂടി കുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. അതെന്തായാലും ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ നാടോടി സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ ഉടനീളം പല പല ആവശ്യങ്ങൾക്കുമായി ആക്രി വ്യാപാരവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നാടോടി സ്ത്രീകൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയായി നമ്മുടെ കേരളത്തിൽ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയാണ് നമ്മുടെ അടൂരിൽ നിന്നും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി KSRTC ബസ്സിൽ കയറി യാത്ര പോകുമ്പോൾ KSRTC ബസ് ഡ്രൈവർക്ക് തോന്നിയ ഒരു ചെറിയൊരു സംശയത്തിന്റെ മുകളിലാണ് ഈ കുട്ടിയെ തിരിച്ചു കിട്ടാനിടയായത്. ഇല്ലെങ്കിൽ ഈ കുട്ടിയുമായി ഈ നാടോടി സ്ത്രീ പോയി ട്രെയിനിൽ കയറിയൊക്കെ എങ്ങോട്ടെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ KSRTC കണ്ടക്ടറായ പത്തനംതിട്ട ആറന്മുള സ്വദേശിയായ അനീഷിന് തോന്നിയ ചില സംശയങ്ങളുടെ പേരിലാണ് ഈ കുട്ടിയെ പിടികൂടാൻ ഇടയായത്. ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഒന്നാകെ അനീഷിന് കയ്യടിയുമായി വന്നിട്ടുണ്ട്. അനീഷിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ് ആ ന്യൂസ്. അപ്പോൾ ആ ഒരു ബസ്സിൽ നിന്ന് അനീഷിന്റെ ഒരു പ്രതികരണം ഇതിനെക്കുറിച്ച് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഈ കുട്ടിയെ നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയി ചെന്ന് കയറിയ ബസ് ഇതാണ്. തിരുവനന്തപുരം തൃശ്ശൂർ റൂട്ടിൽ ഓടുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ബസ്സിലെ കണ്ടക്ടർ അനീഷിനാണ് ഇത്തരത്തിലൊരു സംശയം തോന്നിയത്. ആ ബസ്സിൽ നിന്ന് നമുക്കൊന്ന് കണ്ടക്ടർ അനീഷിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. എങ്ങനെയാണ് ഈ കുട്ടിയുമായിട്ട് കയറിയപ്പോൾ സംശയം തോന്നിയത്? എങ്ങനെയാ കണ്ടെത്തിയത്? ഒരു സാധാരണ ആൾക്കാർ കയറുന്ന പോലെ തന്നെ വന്ന് കയറിയതാ. അപ്പോൾ അടൂരിന്ന് അവർ കയറുന്നത്. അപ്പോൾ വണ്ട് കയറിയപ്പോൾ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഒരു നാടോടി സ്ത്രീയുടെ കുഞ്ഞ് ഓടി വന്ന് എൻ്റെ കാലെ കയറി കെട്ടിപ്പിടിച്ചപ്പോഴത്തേന് ഞാനും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, നാടോടി സ്ത്രീയുടെ എന്ന് വെച്ച് നമ്മൾ വേറെ വിസ്താരം കാണിക്കല്ലേ. അപ്പോഴത്തേന് ഞാൻ ആ കുഞ്ഞിനെ ചുമ്മാ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്തിട്ട് നാടോടി സ്ത്രീയോട് ചോദിച്ചു എവിടെ പോകാനാണ്. അപ്പോൾ ഒരു വായിൽ എന്തോ ഒരു ദ്രാവം പോലെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്റ്റോപ്പുകളൊക്കെ പറയുന്നുണ്ട്. പന്തളമാണോ ചെങ്ങന്നൂരാണോ അങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. ഏറ്റവും തൃശ്ശൂരാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ തലയാട്ടി. എന്നിട്ട് അപ്പോൾ ഒരു പൈസ എടുത്ത് കാണിക്കുമ്പോൾ ഒരു 50 രൂപ, 2 20 രൂപ, ഒരു 10 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 250 രൂപയോളമാകും. ഒരു കാര്യം ചെയ്യും, വണ്ടി തെറ്റി കയറിയാന്ന് തോന്നുന്നു. കാരണം ഒരു വർഷം അവർ നാടോടി സ്ത്രീയുണ്ട്, അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാകത്തില്ലല്ലോ, വണ്ടിയും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുക കുരമ്പാല, അവിടെ ഇത്രയും ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ കുഞ്ഞിനെ അവർ വിളിക്കുന്നുണ്ട്, പക്ഷേ പോകുന്നില്ല. ഇത് എന്നെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മെഷീനിലൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ മെഷീൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണ്ടെന്ന് കാണിച്ചിട്ട് ഉമ്മ കുഞ്ഞിൻ്റെ തലയിലൊക്കെ പിടിച്ചു. കുഞ്ഞിൻ്റെ പേരെന്താന്ന് ചോദിച്ച്. അപ്പം പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേന് കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു. മോടെ അമ്മ എന്തേന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവരവിടെ. അപ്പോൾ കുഞ്ഞ് അതേപോലെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു മോളെത്തല്ല പഠിക്കുന്നത്. അപ്പം അതിന് മോളെത്തല്ല പഠിക്കുന്നതിന് മുമ്പ് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു അംഗൻവാടിയിലാണ്. അതിനുശേഷം ഇവർ പറഞ്ഞ മോൻ്റെ അമ്മ എന്തേന്ന്, കാരണം അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള സ്ത്രീയാണ്, ആ കുഞ്ഞിൻ്റെ അമ്മയാന്ന് പറയത്തില്ല. അപ്പം ഈ കുഞ്ഞ് മാറുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു മോടെ അമ്മയുടെ പേരെന്തുവാ. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് പിടിച്ച് ദേവിയെന്ന്. ഈ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുമല്ലോ, ആ രീതിയിൽ കുഞ്ഞും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് നിങ്ങൾ ഇത് കുഞ്ഞിൻ്റെ അമ്മ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. പിന്നെ അത് തന്നെയല്ല നിങ്ങൾ തമിഴാണ് സംസാരിക്കുന്നത്, കുഞ്ഞാണ് നല്ല മലയാളം, അത് കേരളാവിലാണ് വിടുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണ് ഏത് സ്കൂളാന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഉത്തരവില്ല. അപ്പം അന്നേരത്തിന് കുഞ്ഞിന് വലിക്കുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് വന്ന ആ വായിലിരിക്കുന്ന സാധനം തുപ്പിക്കളയാൻ പറഞ്ഞു. അവർ ചെയ്യുന്നുമില്ല. അതിനുശേഷം എന്നോട് സംസാരിക്കുന്നു ഇങ്ങനെ. ഞാൻ പറഞ്ഞു കുഞ്ഞ് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ തമിഴാണല്ലോ സംസാരിക്കുന്നത്, അത് ഞങ്ങൾ അങ്ങനെ വിടുന്നെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ശരി എന്നാൽ നിങ്ങളുടെ തമിഴ്നാട്ടിൽ ഇവിടെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേനും കുഞ്ഞിനെ പിടിച്ച് വലിക്കുക ഇവരെ എൻ്റെ അടുത്തൊന്നും. കുഞ്ഞ് പോകുന്നുമില്ല. എന്നാലും എനിക്ക് ആ സംശയം ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ നേരിട്ട് ഫ്രണ്ട് നമ്മുടെ സാഗർ KB എന്ന് പറയുന്ന ഡ്രൈവറാണ്, സാറിനോട് പറഞ്ഞു സാറേ
ഞാൻ ഈ പന്തളത്താണ് പഠിച്ചത്, നമുക്ക് പന്തളത്ത് സ്റ്റേഷനിൽ കൊണ്ട് നിർത്താം, പോലീസ് സ്റ്റേഷനോട്ട് പോകാൻ പറഞ്ഞു. ഇനി ആരെയും കയറ്റുകയും വേണ്ട ഇറക്കുകയും വേണ്ട. അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ആയിട്ട് നിർത്തിയപ്പോൾ തന്നെ ഒരു പോലീസ് ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇന്നുമല്ല സംശയമുണ്ട്, അവർ നല്ല തമിഴാണ്, കുഞ്ഞാണെങ്കിൽ മലയാളമാണ് സംസാരിക്കുന്നത്, അപ്പം റിസർവേഷനുള്ള എനിക്കങ്ങ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് പോകായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് പന്തളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു ഇന്നുമല്ല കുട്ടിയെ കൊണ്ടുപോയായിരുന്നു പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷം. പിന്നെ ഒരുപാട് സന്തോഷം. എനിക്കും 2 കൊച്ചു മക്കളാണ്. എൻ്റെ ഇളയ മോനാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളൂ. എന്നാലും അനീഷിന്റെ ഈ സംശയമാണ് ആ 3.5 വയസ്സുകാരി അതിന്റെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടാൻ ഇടയാക്കിയത്. കുന്നിക്കോട് സ്വദേശിയായിരുന്നു ഈ അമ്മ. അവരെ കൊല്ലം സ്റ്റാൻഡിൽ നിന്നാണ് ഈ നാടോടി സ്ത്രീ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത്. ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്.